സംഘപരിവാറും മറുവശത്ത് SDPയുമാണ് ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം രണ്ട് പാർട്ടികൾക്കും ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് അറിയാമല്ല, ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ? പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണമെന്നാണ് ഇവരാഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. മനസ്സിലായോ? അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവർ ശക്തരാകണം. ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ടു കൂട്ടർക്കും നിലനിൽപ്പില്ല. പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. അവിടെ തമ്മിൽ സന്ധിയും. പക്ഷേ സർക്കാരിന് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇത്രയും ഗൂഢമായിട്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിനൊരു പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണാൻ എന്തുകൊണ്ടാണ് സർക്കാർ? അതാണ് അവിടെയാണ് പ്രശ്നം. അതായത് സർക്കാർ അനങ്ങിയതെപ്പോഴാണ്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക്, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല, ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് പോവാം. സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ്. ഈ കമ്മീഷന്റെ അജണ്ട എന്താ? ടേംസ് ഓഫ് റെഫറൻസ് എന്താ? ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റെഫറൻസ് ആണോ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്? ഇത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിയമപരമായി കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് നേരത്തെ രണ്ട് സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി, രണ്ട് ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത്. ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടായത് അങ്ങനെയാണ്. വീണ്ടും വന്നത് എന്തുകൊണ്ടാണ്? 2019 ഈ പ്രോപ്പർട്ടി അപ്പോഴാണ് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ ആലോചിച്ചോളാം. 2019 1950 വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത്. 50 അപ്പോൾ 69 വർഷത്തിന് ശേഷമാണ് ഇത് വഖഫ് രജിസ്റ്ററിൽ വന്നത്. ഈ വഖഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത്. മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പലരും ഇത് പഠിക്കുന്നില്ല. പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട. എന്താണെന്നറിയോ? നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ. ഇതൊരു രമ്യമായ പരിഹാരമാണ്, അല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല. നമ്മളെന്ന് വെച്ചാൽ കേരളത്തിന് പച്ചയ്ക്ക് തീപിടിപ്പിക്കുന്ന, മനസ്സിലല്ലേ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. നമ്മൾ അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വഷളാവും. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ഒരു കാര്യം, ഇങ്ങനെ അങ്ങ് പറയുമ്പോഴും അങ്ങ് UDF ചെയർമാൻ കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിൽ ഏറ്റവും മുതിർന്ന നേതാവാണ് ET മുഹമ്മദ് ബഷീർ. ഇപ്പൊ KM ഷാജി പറയുന്ന നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ? ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അത്തരം അതിലൊന്നും മോശക്കാരനല്ല എന്നറിയാലോ. അത്തരം കാര്യങ്ങൾ ഞാൻ ഇതിലേക്കൊന്നും തർക്കങ്ങളിലേക്കും ഇതിലേക്ക് പോകാത്തത്. നമ്മൾ ഈ വിഷയം വഷളാക്കാതെ രമ്യമായി ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞതിന് ഓരോരുത്തർക്ക് മറുപടി കൊടുത്ത് ഇത് വഷളാക്കല്ല. നമുക്കറിയാം ഇത് എന്താ സംഭവം. സംശയമൊന്നും വേണ്ട. അങ്ങനെ യാതൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഒരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയും. അല്ല, അങ്ങനെ ചർച്ച നടക്കുന്നില്ല. ചർച്ച നടക്കുന്നേ പറഞ്ഞു. അല്ല, അതൊക്കെ ഞാൻ നിങ്ങളോടാണോ പറയേണ്ടത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമോ? അതല്ല നാളത്തെ ലീഡ്. അത് ഞാൻ പറയാമോ? ഞാൻ അങ്ങനെ പറയാമോ? KPC പ്രസിഡന്റ് പറയും, അല്ലെങ്കിൽ AICC നേതൃത്വം പറയും. ഞാൻ അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ട ഒരാളല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നോട് അഭിപ്രായം പറയും. അല്ലാതെ അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്. സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറയാറില്ല. KPC പ്രസിഡന്റ് പറയും. പിന്നെ ഇല്ലെങ്കിൽ AICC നേതൃത്വം പറയും. ഇവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, മലയാളി കൂടി അവർ പറയും അഭിപ്രായം. നിങ്ങൾ അവരോട് ചോദിക്കും.
ഒരു അപ്പീൽ വന്ന് പുറത്തു തരാം, അതിന്റെ ഉത്തരവ് തരാമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു പരാതി വന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒരു ബെഞ്ചിലേക്ക് അത് കൊണ്ടുവന്നു. ആ പുറത്തു വിടാമെന്ന് പറഞ്ഞ ഭാഗം പെട്ടെന്ന് പുറത്തു വിടണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക്. എന്തുകൊണ്ടാണ് നേരത്തെ പുറത്ത് വിടായിരുന്നത്? ബാക്കിയൊക്കെ പുറത്തു വിട്ടല്ലോ. ഈ പേജുകൾ എന്തുകൊണ്ടാണ് പുറത്തു വിടായിരുന്നത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തു വിടാത്തത്. എല്ലാവർക്കും അറിയാലോ.